വെൽക്കം അവരാണ് ഇത് LG 29 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ റീട്രേസ് ലൈനാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ എല്ലാറ്റിലും ബ്രൈറ്റ് കുറച്ചിട്ടും ഇവിടെ ഈ ഒരു ലൈന് മാറുന്നില്ല. അപ്പോൾ ബോർഡ് അല്ലെങ്കിൽ ബേസ് ബോർഡിലാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ബേസ് ബോർഡിൽ ഈ രണ്ട് വയർ ഇങ്ങനെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാറ്റിലൊന്ന് ചുറ്റിയാണ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്ററിനെ ഇളക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിലൊന്ന് ആ വയറൊക്കെ ചുറ്റൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ റെസിസ്റ്ററൊക്കെ കറക്റ്റായി സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വയർ കൊടുത്തിരുന്നതൊക്കെ വലിച്ചൂരി ദൂരെ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ റീട്രേസ് ലൈൻ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബോർഡിലൊന്ന് ബേസ് ബോർഡിലൊരു 200 വോൾട്ട് ഉണ്ട്, അത് വരും. അപ്പോൾ ആ വോൾട്ടേജൊക്കെ ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വോൾട്ടേജൊക്കെ പക്കായിട്ട് വരുന്നുണ്ട്. ബോർഡിലുള്ള കപ്പാസിറ്റർ ഉണ്ട് 250 വോൾട്ട് 4.7 MFൻ്റെ കപ്പാസിറ്റർ, അതും മാറ്റിയിട്ടുണ്ട്. ബേസ് ബോർഡിലുള്ള 2 കപ്പാസിറ്ററും മാറ്റിയിട്ടുണ്ട്. പിന്നെ ട്യൂബ് സംശയമുള്ളതുകൊണ്ട് ട്യൂബ് ഒന്ന് മാറ്റി വെച്ച് നോക്കി. ചെറിയൊരു ട്യൂബിലാണ് ഇപ്പോൾ ഈ ബോർഡ് ഇരിക്കുന്നത്, സാംസങ്ങിൻ്റെ ഒരു ട്യൂബിൽ. പക്ഷേ എന്നിട്ട് ആ റീട്രേസ് ലൈൻ മാറുന്നില്ല. പിന്നെ RGB വോൾട്ടേജ് എല്ലാം കൃത്യമായിട്ട് ബേസ് ബോർഡിൽ എത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാ വോൾട്ടേജസും ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും ഈ ഒരു റീട്രേസ് ലൈൻ അത് മാറുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇവിടെ ഈ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ബേസ് ബോർഡും. അപ്പോൾ കംപ്ലയിൻറ്റ് സംഭവം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ ബോർഡിൽ ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു സെനർ ഡയോഡും ഈ സെനർ ഡയോഡും ഈ ഒരു സെനർ ഡയോഡും, ടോട്ടൽ 2 സെനർ ഡയോഡും ഒരുമിച്ച് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനത് മാറ്റിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഈ 2 സെനർ ഡയോഡും പൊട്ടിയിരുന്നത് കൊണ്ടാണ് അവിടെ റീട്രേസ് ലൈൻ നിന്നത്. ടി വി ഇപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ബ്ലൂ ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റീട്രേസ് ലൈനുള്ള കംപ്ലയിൻറ്റ് അവിടെ മാറിയിട്ടുണ്ട്. സെനർ ഡയോഡ് പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, അപ്പോൾ കംപ്ലയിൻറ്റ്സ് എല്ലാം മാറി. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.